ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപവർമ്മയ്ക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. ഞാൻ ആ അഹങ്കാരം എല്ലാം ദൈവം കണ്ടു. അതിന് ദൈവം തന്ന റിവാർഡായത്. എല്ലാം ദൈവം ക്ഷമിക്കും. പക്ഷെ അഹങ്കാരം അത് ദൈവം ക്ഷമിക്കില്ലെന്ന് ആരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ആ കിരീടം എന്റെ തലയിൽ നിന്ന് തെറിച്ചു പോയി. പ്രതാപവർമ്മയുടെ മകൾ എന്ന കിരീടം രാജു, ഞാനിപ്പോ ഒരു ഓർഫനാ. എന്താ ഋതു ഇത്? ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ ഋതു ഓർഫനൊന്നും അല്ല. അല്ല രാജു, ഞാനൊരു ഓർഫൻ തന്നെയാ. കോലത്തെ രാജകുമാരിയാണെന്ന് പറഞ്ഞു നടന്ന് മഹാപാപിയായ സ്ത്രീയുടെ വയറ്റിൽ ജനിച്ച ശ്യാമസന്തതി. ഞാൻ ജനിച്ചത് തെരുവിലല്ലെന്ന് മാത്രം. പ്രതാപവർമ്മ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ട് പട്ടിണി കൂടാതെ അത് എന്നെ വളർത്തി പഠിപ്പിച്ചു. അച്ഛനെന്ന് ഞാൻ വിളിച്ച് ശീലിച്ച ആ മനുഷ്യൻ ഒരു സുപ്രഭാതത്തില് അച്ഛനല്ലാതായി. ആ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നശിച്ച സ്ത്രീക്ക് ഉണ്ടായതാ ഞാൻ. ഒരു മേൽവിലാസം ഇല്ലാത്തവള്, പേരിന് മുൻപില് എഴുതാൻ ഇനിഷ്യൽ പോലും ഇല്ലാത്തവള്. രാജുവിന്റെ അന്തസ്സിന് ഇനി ഞാൻ ചേരില്ല. ഈ നിമിഷം രാജുവിന് എന്നെ ഉപേക്ഷിക്കാം. എന്താ ഇത്? മനസ്സിനേറെ നൊമ്പരുണ്ടെന്ന് കരുതി എന്നെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകള് പറയരുത്. അത് സഹിക്കാനാവില്ല. രാജു, ഋതു എന്റെ ജീവന്റെ ജീവനാ. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് ഋതുവിനെ വേണം. കുട്ടിക്കാലം മുതല് കൂടെ നടക്കുന്നൊരു കൂട്ടുകാരനല്ലേ ഞാൻ. നമ്മളിൽ ആരുടെയെങ്കിലും ഒരാളുടെ മരണം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. രാജു, എന്റെ ഋതികയ്ക്ക് ഒരു കടലോളം സ്നേഹം തരാൻ ഞാനില്ലേ? ആരും വെറുത്തോട്ടെ, ആരും ഉപേക്ഷിച്ചോട്ടെ, എനിക്ക് ഋതികയ്ക്ക് ഞാനും മതി. അത്രയും മതി. ഈ സങ്കടം മുഴുവൻ ഞാനൊന്ന് കരഞ്ഞു തീർത്തോട്ടെ രാജു. കരഞ്ഞോ? മനസ്സിന്റെ ഭാരം കുറയുന്നത് വരെ കരഞ്ഞോ? ഈ സങ്കടങ്ങളെല്ലാം എനിക്ക് തന്നേക്ക്.